ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പാൻ ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിന് ഗീ ഇടുക. അതിലോട്ട് നമ്മൾ കാഷ്യൂ നട്ട്സും കിസ്മിസും വറുത്ത് കോരിയെടുക്കുക. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ട ആവശ്യത്തിന് സവാള വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഞാൻ അധികം ഓയിൽ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഗീ യൂസ് ചെയ്തിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. വറുത്ത് കോരി എടുക്കുമ്പോൾ ഒരുപാട് ഓയിൽ അത് എടുക്കുമല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നമ്മുടെ ഈ സവാളയും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ബിരിയാണിക്ക് വേണ്ട റൈസ് കുക്ക് ചെയ്യുന്നത് കുക്കറിലാണേ. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഗീ ഇട്ടതിന് ശേഷം സ്പൈസസ് ആഡ് ചെയ്യുക. ഈ സ്പൈസസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത്രയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവാള ചേർക്കാം. ഇവിടെ ഞാനൊരു അര സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. ഞാൻ ഈ ബിരിയാണിക്ക് വേണ്ടി മാത്രമായിട്ട് 10 പച്ചമുളകും ഒരു കംപ്ലീറ്റ്ലി ഗാർലിക്കും പിന്നെ ഒരു ഹാഫ് പീസ് ജിഞ്ചറുമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ റൈസിലോട്ടും ഗ്രേവിയിലോട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ കഴുകി ഡ്രൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇവിടെ ആഡ് ചെയ്യുക. ഇതൊരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച റൈസാണ്. ഈ റൈസ് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കാം, അരി പൊട്ടുന്ന പോലത്തെ. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ നമുക്കതിൽ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഹാഫ് ലെമൺ ജ്യൂസുമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കർ വെയിറ്റ് ഇടാതെ തന്നെ ക്ലോസ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ടൈം എടുക്കും നമ്മുടെ റൈസ് ഒന്ന് വെന്ത് കിട്ടാൻ. ഇത് ഞാൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല ഇത്ര ആഡ് ചെയ്തിട്ട് അത് നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അധികം ഓയിൽ ഇച്ചിരി കുറച്ചിട്ടാണ് ഈ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിക്ക് വേണ്ടത് സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ ഇത്രയാണ്. ഇതിനു വേണ്ടി നമ്മൾ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാന് ചൂടായതിനു ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലും ഗീയും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ബേ ലീഫും ഇട്ടതിന് ശേഷം ഈ 2 സവാള ഒന്ന് വഴറ്റിയെടുക്കുക. 2 ചെറിയ സവാളയാണ്. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യുക. നമ്മുടെ ഒരു 2 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. 2 ടൊമാറ്റോ ആഡ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് വേണ്ട കറി പൗഡേഴ്സ് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൽ നമ്മൾ കുരുമുളക് പൊടി, മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതിനൊരു ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ പേസ്റ്റാണ് നമ്മൾ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യുന്നത്. പൊടികൾ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ഇച്ചിരി വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് കുക്കായി കിട്ടി, പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 1/4 കപ്പ് യോഗേർട്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. എനിക്കിവിടെ അതാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ നല്ല പുളിയുള്ള തൈര് കിട്ടുന്നതുകൊണ്ട് ഇത്ര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ടെൻഡറായിട്ടുണ്ട് ചിക്കൻ ഇപ്പം തന്നെ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടും ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ റൈസ് നോക്കാം. റൈസിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പാലിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് റൈസിലോട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള ഒന്ന് പൊടിച്ച് ചേർക്കാം. ഇതാണ് നമ്മുടെ ഈ ബിരിയാണിയുടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നത്. നമ്മളിവിടെ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇച്ചിരി നമ്മൾ ലാസ്റ്റ് ദമ്മിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗ്രേവി. ഇപ്പോൾ ഗ്രേവിയിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ദമ്മിടുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം വേണം ഗ്രേവിക്ക്, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഞ്ഞൾപ്പൊടിക്ക് പകരം അത് ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് അതില്ലാത്ത കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പക്ഷേ ഫ്ലേവറിലും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. അങ്ങനെ റൈസൊക്കെ ഇതിന് മുകളിലോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിലോട്ട് നമുക്കെല്ലാം അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, കുറച്ച് ഗരം മസാല, ഗീ ഇത്ര ആഡ് ചെയ്തിട്ട് 20 മിനിറ്റ്സ് നമുക്ക് ദം ചെയ്തെടുക്കാം.
അങ്ങനെ ദമ്മൊക്കെ ചെയ്തെടുത്തപ്പോഴത്തേനും നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ റൈസൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് സെപ്പറേറ്റും ഗ്രേവി സെപ്പറേറ്റും അങ്ങനെ മാറ്റാം. എന്നാലാണ് നമുക്ക് ബിരിയാണി നല്ല രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഫ്ലേവറൊക്കെ നമുക്ക് പ്രോപ്പറായി കിട്ടത്തുള്ളൂ. ഞാൻ ആദ്യം റൈസാണ് ഒരു ബൗളിലോട്ട് മാറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഗ്രേവി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഈ ബിരിയാണി കേടുകൂടാതെ സൂക്ഷിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ റൈസൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ടെൻഡറാണ്. അപ്പോൾ എന്തായാലും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ അങ്ങനെ ന്യൂ ഇയറൊക്കെ ആയിട്ട് നമ്മൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു മൂവിയൊക്കെ കണ്ടിട്ട് നല്ല റിലാക്സ് ചെയ്തിരിക്കുകയാണ്.